കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ഇതിനായുള്ള പഠനം നടക്കുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. മത്സ്യപ്രവർത്തകരുടെ ആശങ്കകൾ അത് പരിഹരിച്ചതിന് ശേഷമേ അത് മുന്നോട്ട് പോവുള്ളൂ. അവരുടെ ആശങ്കകൾ പരിഹരിക്കും. പഠനങ്ങൾ നടത്തിയിട്ട് പോവുള്ളൂ. തുടങ്ങിയിട്ടില്ലല്ലോ. എല്ലാ പഠനങ്ങളും അവർ പറയുന്ന എല്ലാ പഠനങ്ങളും നടത്തും. അതാ ഞാൻ പറഞ്ഞത്, അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള അവരുമായിട്ടുള്ള ചർച്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ലതീഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ലതീഷ്, ഈ ഖനനവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ പഠനം പോലും നടത്താതെയാണ്, പാരിസ്ഥിതിക പഠനം പോലും നടത്താതെയാണ് അനുമതി നൽകിയത്, തീരുമാനം കൈക്കൊണ്ടതെന്നാണ് ആ ജോർജ് കുര്യൻ്റെ വാക്കുകളിൽ അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാതൊരുവിധ ആലോചനയുമില്ലാതെ എടുത്ത തീരുമാനം അത് പിന്നീട് കടന്ന് തപ്പുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അടക്കം വലിയ പ്രതിഷേധം ഉയരുകയാണ്. പിന്നെ എന്തൊക്കെയാണ് ജോർജ് കുര്യൻ പറഞ്ഞത്? തന്നെ മത്സ്യത്തൊഴിലാളികളുടെ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് തേടിയത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കും. ഇപ്പോൾ ഖനനം തുടങ്ങിയിട്ടില്ല. ആവശ്യമായ പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. മത്സ്യത്തൊഴിലാളികളുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയ ശേഷമേ ഇത്തരം ഖനനത്തിലേക്ക്, കടൽ മണൽ ഖനനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അക്കാര്യം ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നു, പഠനങ്ങൾ നടക്കുകയാണ്, ഇനിയും പഠനം നടത്തും കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട്. വിവരങ്ങളാണ് ലതീഷ് പങ്കുവച്ചത്.